അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവതാരുവിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ചോറ്റാനിക്കര മകം മാർച്ച് 12 അപ്പോൾ ഏറ്റവും കൂടുതൽ ദേവിയെ ആരാധിക്കുന്ന ജനങ്ങളുള്ള ഈ കേരളത്തിൽ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ലഭിക്കട്ടെ. ആദിപരാശക്തിയായ ദേവി മഹാവിഷ്ണുവിനോടൊപ്പം ലയിച്ച് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തർ ദർശിക്കുന്ന ഒരു 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. മഹാമായ ഇവിടെ 3 രൂപങ്ങളിലാണ് ഇവിടെ മഹാമായയെ ആരാധിക്കുന്നത്. ചോറ്റാനിക്കര അമ്മയെ ആരാധിക്കുന്ന ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ വാരിക്കോരി കൊടുക്കും. അപ്പോൾ ചോറ്റാനിക്കര മകം ഉണ്ടാവാനും അത് ആരാധിക്കാനിടയായ ആ ഒരു ഐതിഹ്യങ്ങളും ഒക്കെ നമുക്കിന്ന് നോക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മഹാമായയെ 3 രൂപങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത്. വെള്ളവസ്ത്രത്തിൽ വിദ്യാദേവിയായ സരസ്വതി മൂകാംബികയായി പ്രഭാതത്തിലും, കുങ്കുമവസ്ത്രത്തിൽ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും, നീലവസ്ത്രത്തിൽ ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകിട്ടും ആരാധിക്കുന്നു. 3 ഭാവങ്ങൾ ഉള്ളതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി എന്ന് അറിയപ്പെടുന്നു. മഹാലക്ഷ്മി വിഷ്ണു സമേതനായി ആദ്യം പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യവും കടങ്ങളും അകന്ന് ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം. മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും അമ്മ സുഖപ്പെടുത്തും. ബ്രാഹ്മണിപ്പാട്ടും ഗുരുതിയും നടത്തിയാൽ തടസ്സങ്ങൾ മാറി ഇഷ്ടകാര്യസിദ്ധി കൈവരും. ജഗദ്ഗുരു ആദിശങ്കരൻ സരസ്വതി ചൈതന്യം, അതായത് സരസ്വതിയുടെ ജ്യോതിസ് തൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നു. ജ്യോതിസ് ആനയിച്ച് കര ജ്യോതിയാനിക്കരയും പിന്നീട് ചോറ്റാനിക്കരയുമായി എന്നാണ് ഒരു ഐതിഹ്യം. സരസ്വതി ചാമുണ്ടേശ്വരി കേരളത്തിലേക്ക് വരാമെന്ന് ആദിശങ്കരനോട് സമ്മതിച്ചത്രേ. ഒരു വ്യവസ്ഥ മാത്രം: ശങ്കരൻ മുമ്പിൽ നടക്കുക, ഞാൻ പിൻപേ വരാം, തിരിഞ്ഞു നോക്കരുത്. എൻ്റെ പദനിസ്വനം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ വരില്ല. സംഗീതാത്മകമായ ചിലങ്കനാദം ശ്രവിച്ച് ശങ്കരൻ അങ്ങനെ നടന്നു. കുറേ ചെന്നപ്പോൾ ചിലങ്കനാദം കേൾക്കാതെയായി. ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതോടെ വ്യവസ്ഥ പാലിച്ചില്ലെന്നും പറഞ്ഞ് ദേവി അവിടെ ഇരുന്നു. ശങ്കരാചാര്യർ അതീവ ദുഃഖിതനായി മനസ്സലിഞ്ഞ ദേവി ചോറ്റാനിക്കരയിൽ അതിരാവിലെ വരാമെന്ന് പറഞ്ഞു. ദേവിയുടെ ചിലങ്ക മോഹമായ സ്ഥലം മൂകാംബിക എന്നും അങ്ങനെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിൽ എത്തുമെന്നും വിശ്വസിക്കുന്നു. ശേഷം മൂകാംബികയിലും ചോറ്റാനിക്കരയിലും നിർമ്മാല്യം കഴിഞ്ഞേ കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കൂ എന്ന പതിവും ഉണ്ടായത് അതുകൊണ്ടാണത്രേ. ചോറ്റാനിക്കര ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. വളരെ പണ്ട് ഈ സ്ഥലം നിബിഡ വനമായിരുന്നു. പുളിമരങ്ങളും ചിഞ്ചവൃക്ഷമെന്നാണ് പുളിമരം അറിയപ്പെടുന്നത്. അങ്ങനെ പുളിമരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ചിഞ്ചകളുള്ള വനം ആരണ്യം, ചിഞ്ചാരണ്യം. അങ്ങനെ ചിഞ്ചാരണ്യക്കര ചോറ്റാനിക്കരയായി എന്നും ചിഞ്ചാരണ്യത്തിലെ കാട്ടുജാതിക്കാരുടെ മൂപ്പനായിരുന്നു കണ്ണപ്പൻ. കണ്ണപ്പൻ്റെ ഒരേ ഒരു മകളായിരുന്നു ദേവി. അന്ന് മൃഗബലി സാധാരണമായിരുന്നല്ലോ. ബലിക്ക് കൊണ്ടുവന്ന ഒരു പശുക്കിടാവിനെ ദേവിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ ബലിയർപ്പിക്കാൻ ദേവി സമ്മതിച്ചില്ല. അച്ഛനും മകളും തമ്മിലുള്ള സംവാദത്തിനൊടുവിൽ കണ്ണപ്പൻ സ്വാത്വികനായി മൃഗബലി ഉപേക്ഷിച്ചു. അന്നു രാത്രി തന്നെ ദേവിയും പശുക്കിടാവും അപ്രത്യക്ഷരായി എന്നാണ് വിശ്വാസം. പകരം തൊഴുത്തിൽ 2 ശിലകൾ മാത്രം. കണ്ണപ്പൻ്റെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർ ഓടി വന്നു. കൂടി ഒരു മുനിവര്യനും. അത് പരാശര മഹർഷിയാണെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണപ്പ, നിന്റെ കണ്ണഴ തുറപ്പിക്കാൻ വേണ്ടി ലക്ഷ്മീനാരായണ മൂർത്തികളാണ് ദേവിയായിട്ടും പശുക്കിടാവായിട്ടും അവതരിച്ചത്. ഈ പശു തൊഴുത്തും കുടിലും അശരണർക്ക് അഭയമേകുന്ന ഒരു മഹാക്ഷേത്രമാകും. നിന്റെയും ഇകജന്മ കർമ്മം കഴിഞ്ഞ് അടുത്ത ജന്മം നീ വില്വമംഗലത്ത് സ്വാമിയാർ എന്ന് അറിയപ്പെടും. പെട്ടെന്ന് തന്നെ നീയും അനുചരരും ഇവിടെ നിന്നും പൊയ്ക്കൊള്ളുക. മഹർഷി സൂചനകൾ നൽകി. പിന്നീട് ആയിരക്കണക്കിന് വർഷം ചോറ്റാനിക്കര ജനവാസം ഇല്ലാത്ത കൊടും കാടായി കിടന്നു. അങ്ങനെ പതുക്കെ ജനങ്ങൾ ആ കാട്ടിലേക്ക് വന്നു തുടങ്ങി. ഒരു ദിവസം ഒരു ബാലിക പുല്ലെരിയാനായിട്ട് എത്തി.
അരിവാളിൻ്റെ മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരച്ചു. ഉടനെ കല്ലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അപ്പോൾ ഈ ബാലികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ എടാട്ട് നമ്പൂതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവിക ചൈതന്യം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ദേവപ്രീതിക്ക് വേണ്ടി എന്താണ് നിവേദിക്കാൻ പറ്റിയതെന്ന് നോക്കിയപ്പോൾ ബാലിക കഴിക്കുവാൻ ചിരട്ടയിൽ കൊണ്ടുവന്ന മലർ കണ്ടു. ബാലികയുടെ സമ്മതത്തോടെ ആ മലർ നേദിച്ചു. അങ്ങനെ ദേവിയുടെ ചിരട്ട മലർ നേദ്യം ലോകം മുഴുവൻ പ്രസക്തമായി. പുലർച്ചെ 4 മണിക്കാണ് ദേവിക്ക് ചിരട്ടമലർ നേദിക്കുന്നത്. ഇന്നും ആ പതിവ് തുടരുന്നു. കണ്ണപ്പൻ്റെ കുടിൽ ഇരുന്ന സ്ഥലം, ക്ഷേത്രവും പശുത്തൊഴുത്ത് ഇരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയുമായി മാറി. അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തോട്ടറ എന്ന സ്ഥലത്ത് കഥകളി പ്രാന്തായ ഒരു ഗുപ്തൻ എന്നൊരു പേരുള്ള ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കഥകളി കണ്ട് പാതിരാ കഴിഞ്ഞ് ഗുപ്തൻ വീട്ടിലേക്ക് മടങ്ങിയാണ്. ഈ ഗുപ്തൻ നമ്പൂതിരി ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുവായ കൊമ്പംപിള്ളി മനയിലെ കാരണവർക്ക് കൊടുക്കുവാനുള്ള ദേവീ മഹാത്മ്യം ഉണ്ടായിരുന്നു. വഴിയിൽ എവിടെയോ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീ കൂടി. അപ്പോൾ കൂടെ ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടി. അവർ നടന്ന് കൊമ്പംപിള്ളി മനയുടെ പടിപ്പുരയിലെത്തി. ദേവീ മഹാത്മ്യം ഗുരുവിനെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഗുപ്തൻ നമ്പൂതിരി അകത്തേക്ക് കയറി. ഗുരുവിന് ഉടൻ സംഭവം പിടികിട്ടുകയും ശിഷ്യനെ അറിയിക്കുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു യക്ഷിയായിരുന്നത്രേ. ദേവീ മഹാത്മ്യം കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്പൂതിരിയെ യക്ഷി പിടിക്കാതിരുന്നത്. ഇനി ശരണം ചോറ്റാനിക്കര അമ്മ മാത്രമേ ഉള്ളൂ. ഉടൻ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പൊയ്ക്കൊള്ളുവാനായിട്ട് ഗുരു നമ്പൂതിരിയോട് പറഞ്ഞു. അതനുസരിച്ച് നമ്പൂതിരി ചോറ്റാനിക്കരയിലേക്ക് ഓടി. പിറകെ യക്ഷിയും. ഒടുവിൽ ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ യക്ഷി നമ്പൂതിരിയുടെ കാലിൽ പിടികൂടി. പെട്ടെന്ന് ത്രാണയായ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും യക്ഷി നിഗ്രഹം നടത്തുകയും ചെയ്തു. അപ്പോഴേക്ക് നിർമ്മാല്യം കഴിഞ്ഞിരുന്നു. ചിരട്ടമലർ നിവേദ്യത്തിന് തിരിച്ചു ചെന്ന മേൽശാന്തി കണ്ടത് രക്താഭിഷിക്തയായ ദേവിയെയാണ്. അതുകണ്ട് പരിഭ്രമിച്ച മേൽശാന്തിയോട് ഉടൻ തന്നെ ഒരു അഭിഷേകവും കൂടി ചെയ്യുക എന്ന് ദേവി അരുൾ ചെയ്തു. അങ്ങനെയാണ് ചിരട്ടമലർ നിവേദ്യത്തിനു മുമ്പ് 2 തവണ ദേവിക്ക് അഭിഷേകം നടത്തി തുടങ്ങിയതത്രേ. മേൽക്കാവിൽ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് ഇടത്തുവശത്തായി പൂർണ്ണപുഷ്കല സമേതനായി ശാസ്താവ് വാഴുന്നു. രാജരാജേശ്വരി കിഴക്കോട്ടും ശാസ്താവ് പടിഞ്ഞാറും ദർശനമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്കേ നടയിൽ നിന്ന് ദേവിയെയും പടിഞ്ഞാറേ നടയിൽ നിന്നും കുറച്ച് ഇടത്തോട്ട് മാറി നോക്കിയാൽ അയ്യപ്പനെയും നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ പറയുന്ന ഈ പ്രസിദ്ധമായ ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന കവാടം ചെന്ന് ചെല്ലുമ്പോഴോ വലതുവശത്തായി മഹാശിവൻ്റെയും ശ്രീ ഗണപതിയുടെയും നാഗദേവികളുടെയും ഒക്കെ ഉപക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മേൽക്കാവിൽ ദേവിയുടെ മുൻപിൽ സാധാരണ പോലെ പെരുമാറുന്ന ബാധ ഉപദ്രവമുള്ളവർ ശിവന്റെ മുൻപിൽ അലറി നിലവിളിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച വലിയ ഗുരുതി സമയത്ത് ബാധോപദ്രവമുള്ളവർ തുള്ളുകയും മോചിതരാവുകയും ചെയ്യും. കീഴ്ക്കാവിനോട് ചേർന്നുള്ള പാലമരത്തിൽ തറച്ച ആയിരക്കണക്കിന് ആണികൾ ഇതിൻ്റെ സാക്ഷ്യങ്ങളാണ്. പടിഞ്ഞാറേ നടയിൽ പ്രധാന കവാടം കടന്ന് അയ്യപ്പനെ കണ്ട് പ്രദക്ഷിണം വെച്ച് കിഴക്കേ നടയിൽ ചെന്ന് മേൽക്കാവിലമ്മയെ തൊഴുത് പടികളിറങ്ങിയാൽ കീഴ്ക്കാവിലമ്മയെയും നമുക്ക് തൊഴാം. തിരിച്ചു കയറി വലതുവശത്തുള്ള അയ്യപ്പനെയും ഹനുമാൻ സ്വാമിയെയും വന്ദിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി പവിഴമല്ലിത്തറ കണ്ട് ശിവഗണപതി നാഗത്തന്മാരെ തൊഴുകയാണ് പതിവ്. ശിവഗണപതി നാഗത്തന്മാർ പ്രതിഷ്ഠകൾക്കടുത്ത് ബ്രഹ്മരക്ഷസിൻ്റെയും അല്ലെങ്കിൽ പുള്ളിയാമ്പിള്ളിയിൽ വല്യച്ഛൻ്റെ അതിന് ബ്രഹ്മരക്ഷസ് എന്നാണ് നമ്മുടെ കേരളത്തിൽ പറയുന്നത്. അവിടെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇടതും വലതുമായി ഉള്ളിലേക്ക് കയറി വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്നും നേരിട്ടും അല്ലെങ്കിലും മെയിൻ റോഡിൽ നിന്നും പടികൾ കയറി ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് മകം തൊഴാം. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭത്തിലെ മകം. മകം നാളിൽ ക്ഷേത്രത്തിലെത്തി സങ്കടമുണർത്തുന്ന ഭക്തരുടെ എല്ലാവരുടെയും അനുഗ്രഹിക്കുകയും അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കി കൊടുക്കുകയും ചെയ്യും ദേവി അമ്മ. ഫെബ്രുവരി ഈ വർഷം നമുക്ക് മാർച്ച് 10-നാണ് ഇവിടുത്തെ മകം തൊഴൽ. ഇത്തവണ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ അന്നേ ദിവസമാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
അപ്പോൾ വിവാഹം വൈകുന്നവർക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും രോഗദുരിതങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്നവർക്കും ബാധ ഉപദ്രവമുള്ളവർക്കുമെല്ലാം മകം തൊഴുത് അമ്മയെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യപ്രദമാണെന്നാണ് വിശ്വാസം. അപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് മകം തൊഴാനായിട്ട് ഇവിടെ എത്തുന്നത്. കണ്ണപ്പൻ്റെ അടുത്ത് ജന്മം അടുത്ത ജന്മം, അതായത് കണ്ണപ്പൻ്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അപ്പോൾ ആ കണ്ണപ്പൻ്റെ അടുത്ത ജന്മമായിരുന്ന വില്വമംഗലത്ത് സ്വാമിയാർ ആയിരിക്കുമെന്ന് ഒരു അരുളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗുരുവാക്യം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി മകം നാളി ചോറ്റാനിക്കരയിലെത്തി. അന്ന് രാത്രി ദേവി സ്വപ്ന ദർശനത്തിൽ കിഴക്കേ തീർത്ഥത്തിൽ എൻ്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട്, അത് മുങ്ങിയെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക. എൻ്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷമമുണ്ടാകുന്നു. രൗദ്രഭാവം കുറച്ച് സ്വാത്വിക ഭാവം കൂട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോവുക എന്ന് ദേവി അരുൾ ചെയ്തെന്നും, അങ്ങനെയാണ് മേൽക്കാവിൽ സ്വാത്വിക രൂപവും കീഴ്ക്കാവിൽ രൗദ്രരൂപവുമായ ഭഗവതി കൈക്കൊണ്ടത് എന്നും ആണ് വിശ്വാസം. അപ്പോൾ ശംഖുചക്ര വരദാഭ മുദ്രകളുമായ സർവാഭരണ വിഭൂഷിതയായ ദേവി നിറചിരികളോടുകൂടി അനുഗ്രഹവർഷം ചൊരിഞ്ഞു. ഈ ദിവസത്തിലെ ഓർമ്മയ്ക്കാണ് മകം തൊഴലായിട്ട് നാമെല്ലാം ആഘോഷിക്കുന്നത്. അപ്പോൾ പരമഭക്തനായ സ്വാമിയാർക്ക് വിശ്വരൂപ ദർശനം നൽകിയതുപോലെ മഹന്നാളിൽ സർവസ്വമർപ്പിക്കുന്ന ഭക്തർക്കും അമ്മ വിശ്വരൂപ ദർശനം നൽകുമെന്നാണ് വിശ്വാസം. കുംഭത്തിലെ മകൻ നക്ഷത്ര ദിവസം മകം തൊഴൽ എന്ന പേരിൽ പ്രസിദ്ധമാകുകയും ആ ദിവസം തന്നെ അവതാര ദിനമായ തൃക്കാർത്തികയ്ക്ക് മാത്രം ദേവി ഭക്തർക്ക് വലത് കൈകൊണ്ട് അനുഗ്രഹം നൽകുമെന്നും ഈ ദിവസങ്ങളിൽ തൻ്റെ ദർശനം നേടുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും ദേവി വില്വമംഗലം സ്വാമിയാരോട് അരുൾ ചെയ്തതായിട്ടാണ് ഐതിഹ്യം. സ്വാമിയാർ കീഴ്ക്കാവിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചതെങ്കിൽ പ്രധാന പ്രതിഷ്ഠ മേൽക്കാവിലെ അമ്മയാണ്. നാരായണ മഹാവിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയാണ് മേൽക്കാവിലെ പ്രതിഷ്ഠ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ഉരുവിടുന്നത് അതുകൊണ്ടാണത്രേ. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നുവെങ്കിൽ ചോറ്റാനിക്കരയിൽ ആറാട്ടോടെയാണ് 10 ദിവസത്തെയും ഉത്സവാരംഭം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചോറ്റാനിക്കര മകത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.